നോക്കിയോ നിങ്ങൾ ഇവിടെ നിന്ന്? അല്ല അതിനകത്ത് സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ലേബർ റൂമിനകത്ത് സെറ്റപ്പോ? അല്ല നമ്മുടെ മരുമോളെ അതിനകത്തോട്ട് കയറ്റിയില്ല, പ്രസവത്തിന്റെ കാര്യം എന്തോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അവള് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങൾ സമയത്ത് കയറി പ്രസവിക്കുവോ? അല്ല നീ ചെടി പറഞ്ഞ നീ ആ വെളിയിൽ പോകുമ്പോ എന്റെ ഒരു കണ്ണ് ഇവിടെ വേണമെന്ന് നീ അല്ലേ പറഞ്ഞേ? എന്റെ പൊന്നു മനുഷ്യൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ണ് ചൂഴി അവിടെ വെക്കുവന്ന്. കാര്യം പറഞ്ഞു ഇവിടെ കിടന്ന് വായനക്കല്ലേ? നമ്മുടെ ലേബർ റൂം അല്ല, നമ്മുടെ റൂമല്ല, ഇവിടെ കിടന്ന് വായനക്ക. അതെനിക്ക് നല്ല ബോധമുണ്ട്. എന്തോ പറയാനൊക്കെ ഉണ്ടാന്നറിയാം. എന്റെ മരുമോളെ പ്രസവത്തിന് കയറ്റിയേക്കുവാ. 3 മണിയായപ്പോ അവക്ക് പ്രസവ വേദന വന്നു. തന്തയാന്ന് പറഞ്ഞു കൂടെ നടക്കും ഇങ്ങനെ. അത് പറഞ്ഞല്ല, ഒറിജിനൽ തന്ത തന്നെയാണ്. തമ്പി കളിക്കാൻ വന്നല്ല, ഒറിജിനൽ തന്ത തന്നെയാണ്. ആ ഒറിജിനൽ തന്തയാ. ചെറുക്കൻ അങ്ങ് ഗൾഫില. ഈ തന്തയെന്ന് പറഞ്ഞത് പേര് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പെങ്ങളുകാരി, അതായത് ഈ പെണ്ണിന്റെ തള്ള ഈ സമയമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നോ? അതെങ്ങനെ ഞാനുണ്ടല്ലോ ഇവിടെ കിടന്ന് മടക്കാനോ, ഞാനുണ്ടല്ലോ ഇവിടെ കിടന്ന് മടക്കാനൊക്കെ. ഈ വെളുപ്പിലെ 3 മണിക്ക് വിളിച്ച് പറഞ്ഞ സുലോചനയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇന്നലെ അവർക്ക് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, എന്നിട്ട് അവള് കിടന്ന് ഉറങ്ങുവാ. കേൾക്കണം, മോക്ക് പ്രസവ വേദന, അമ്മയ്ക്ക് കൈകൊട്ടിക്കളി. അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായനതാണ്. പഴഞ്ചൊല്ലി തള്ളാനാണോ ഇങ്ങോട്ട് വന്നത്? ആണോ? എനിക്കോ ഇന്നെ ഇവിടെ കിടന്നോടാനെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഇവിടെ കിടന്നോടാനെ കൊണ്ട് ഈ വെളുപ്പാങ്കാലത്ത് എന്നെ ഈ മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിടണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഇടവഴി തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡല്ലേ മനുഷ്യൻ, നിങ്ങൾക്ക് അവിടെ പോയി മേടിച്ചിട്ട് വരരുതോ? അതിൽ അങ്ങോട്ട് പോകുന്ന മോർച്ചറിയുടെ സൈഡിൽ കിടാ പോകുന്നത്. മോർച്ചറി വേണ്ട, അയാൾ മൂത്രം ഒഴിക്കാതെ അയാൾക്ക് പേടിയാ. ഈ പപ്പുന് PK പപ്പുവിന് പേടിയില്ല, നല്ല ഉശിരുള്ളവരെ ഈ PK പപ്പു. നല്ല ഉശിരാന്നേ, നല്ല ഉശിര. നമ്മൾ സാധാരണ എങ്ങനെ ഇരുട്ടത്ത് ടോർച്ച് അടിക്കുന്നത്? മുന്നോട്ട് ടോർച്ച് അടിച്ചാന്നേ നടന്നു പോകുന്നത്. ഇയാൾ അങ്ങനല്ല, ഇയാൾ പുറന്നോട്ട് ടോർച്ച് അടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഓടും. ഇത് കണ്ടോണ്ട് അപ്പുറത്ത് ഓമനയുടെ കൊച്ചിറക്കാൻ പറയുവാ, അംബിക അമ്മച്ചി വലിയൊരു മിന്നാമിനിങ് നിങ്ങളുടെ വീട്ടിൽ സൈക്കിളിൽ വന്ന് കയറുന്ന കണ്ടെന്ന്. അതിന്റെ ട്രിക്കാണ് പുറകിലോട്ട് ടോർച്ച് അടിച്ചു പോകുന്നത്. അതെന്താ ട്രിക്കാ അത്? ഇരുട്ടത്ത് നമ്മൾ മുന്നോട്ട് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നാമ്പുറത്ത് മൊത്തം ഇരുട്ടാ. ശത്രുക്കൾ വന്ന് ആക്രമിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇതാകുമ്പോൾ പുറമോട്ട് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ കണ്ണിൽ ചെന്നാൽ വെട്ടമടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ചകളെ വിഭ്രമിപ്പിച്ചിട്ട് കാഴ്ചയില്ലാതാവും. അതുകൊണ്ടുള്ള ട്രിക്കാ. പുറകീന്ന് വന്ന് ശത്രു സൈന്യം ആക്രമിക്കാൻ നിങ്ങളുടെ പേര് പപ്പു എന്നല്ലാതെ ടിപ്പു എന്നല്ല. കൂടുതൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അടുക്കള കഥ പൂട്ടിയായിരുന്നു. അയ്യോ പറച്ചിൽ കേട്ടതൊന്ന് ഫ്രണ്ട് കഥ പൂട്ടാണ്ടെന്ന്. ഇവള് വീട്ടിലോട്ടല്ലേ, പിന്നെ ആര് കയറാനാ അവിടെ? അവളെന്താ വരാത്തത്? എന്താ അല്ലേലും ഇങ്ങനെ വരുമെന്ന് എനിക്കിന്ന് അറിയാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലേ കെട്ടിയത്? ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒറ്റരണം അവിടെ ഉള്ളത്. ചാരുമൂട് എന്നൊരു കൊച്ചിനെ കണ്ടു. സത്യം പറഞ്ഞ ആ കൊച്ചു വീട്ടിൽ ഇരുന്നാ മതി, പൈസ ഉണ്ടാക്കുന്ന നമ്മുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കത്തില്ലായിരുന്നോ? എന്നിട്ട് ആ ചെറുക്കനെ എന്നെ കൂടെ കൊച്ചിനെ കൂടെ പിടിച്ചിട്ട് പോലീസ് പിടിച്ച് ഇരിക്കാനൊക്കെ കൊണ്ട് വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നെന്ന്. അതാണോ ഞാൻ പറഞ്ഞത്? ആ കൊച്ചിന് അങ്ങ് ഇൻഫോ പാർക്കിൽ ജോലി. ആ കൊച്ചു വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടർ 2 കുത്തു കുത്തി കഴിഞ്ഞാൽ വീട്ടിൽ പൈസ ഉണ്ടാവും. ആക്രാന്തി നിർത്തി കൊച്ചിന്റെ പ്രസവത്തിന്റെ കാര്യം ഡോക്ടർ വരുമോ എപ്പോഴാണ് കാണും? ചെറുക്കനെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ചെറുക്കനെ വിളിച്ചു പറ, സന്തോഷനെ വിളിച്ചു. അല്ല വേണ്ട, അവൻ വെപ്രാളപ്പെടും. അവനെ വിളിച്ചു പറയണ്ട, അവൻ ഇതൊന്നും അറിയണ്ട. അവനൊന്നും അറിയാതല്ലേ കൊച്ചു ചെറുപ്പണിയായത്. ചെറുക്കനെ വിളിച്ചു പറ, അങ്ങോട്ട് ചെറുക്കനെ വിളിച്ചു പറ, സന്തോഷനെ വിളിച്ചു പറ, വെളുപ്പിന്റെ 3 മണിക്ക് ഇവിടെ കയറ്റി പറ, പേടിക്കാൻ. സന്തോഷേ, 3-ാം നിലയുടെ മണ്ട നിൽക്കുന്നത് എന്നെ പേടിപ്പിക്കാതെ എന്തുവാ? അല്ല വിവരക്കേട് അച്ഛൻ പറയും. വിവരക്കേടോ? അല്ല വിവരമല്ല അച്ഛൻ പറയും. സന്തോഷേ, അച്ചോ നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? നീ ഞാൻ കയറാ തൂങ്ങി കിടക്കോ അച്ഛാ? കയറി തൂങ്ങി കിടക്കാൻ നീ പൊട്ടിയ തോരണോ? അതല്ല, ഞാൻ 3-ാം നിലയുടെ മണ്ട കയറാ തൂങ്ങി പെയിന്റ് അടിച്ചോണ്ടിരിക്കുവോ? എന്തുവാ മോനെ, ഇവിടെ കൊച്ചിനെ ഇവിടെ നമ്മൾ 3 മണിയായപ്പോ ഇവിടെ കയറ്റിയേ. ഇവിടെ കയറ്റി ഈ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞപ്പോഴേ ഈ പറയത്തക്ക വിഷയങ്ങളൊന്നും ഇല്ല, പറയത്ത പോലെ പേടിക്കാനൊന്നും ഇല്ല. അയ്യോ, നിങ്ങൾ ഹൊറർ സിനിമയ്ക്കാണോ അവളെ കയറ്റിയത്? പേടിക്കാമല്ലോ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിട്ട് പേടിക്കാനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. വെളുപ്പിനെ 3 മണിയായപ്പോ ചെറുതായിട്ടൊരു വേദന, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി. രാധിക ഡോക്ടറെ കാണിച്ചോണ്ടിരുന്നത്. രാധിക ഡോക്ടർ ഇല്ല, ആരുടെ കല്യാണത്തിന് അങ്ങോട്ട് പോയേക്കുവാ. അയ്യോ, പിന്നെ എന്തോ ചെയ്യും? അപ്പൊ ഊട്ടിക്കുള്ള ഒരു ഡോക്ടർ വരുമ്പോ അത് കാണിക്കാന്ന് പറഞ്ഞു. അത് ഒത്തിരി താമസമല്ലേ അച്ഛാ? എന്തുവാ ഊട്ടിയിലുള്ള ഡോക്ടറൊക്കെ 10 വന്ന് പരിശോധിക്കണമെങ്കിലേ താമസമല്ലയോ? നീ കാറല്ലേ എവിടെ ഞാൻ നടക്കുന്ന പറഞ്ഞേ? 3-ാം നിലയുടെ മണ്ടയില്. നീ അങ്ങ് വിടാതെ എനിക്ക് അവനോടൊക്കെ സംസാരിക്കാൻ. കാര്യമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോ? ഇങ്ങനെ കൊണ്ട് ഹലോ, ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല അവിടെ. ആണുങ്ങൾക്ക് അന്നത് കയറാൻ പറ്റത്തില്ല. ഞാൻ വിശ്രമിക്കാൻ കയറുമല്ലോ ഇതിനകത്തോട്ട്. ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് ഇതെന്താന്ന് അറിയാണോ നിനക്ക്? വലിയ തേള്. തേളോ? തേള് നിന്റെ തേൾ വെച്ച ഞാനാണ് ഈ ഹോസ്പിറ്റലിലെ മെയിൻ ഗൈനക്കോളജിസ്റ്റ്. ഇവിടെ ചോദിച്ചാ കേക്കാം. ഇനി ഓട്ടോക്കകത്തിരുന്ന് പറയുമ്പോൾ ഉള്ള സൗണ്ട്. എത്ര സമയത്തോടെ കൊണ്ടുവന്ന് കയറ്റിയാന്നറിയാം? 3 മണിയായപ്പോ കൊച്ചിനെ കൊണ്ടുവന്ന് കയറ്റിയത് അവർക്ക് എന്തോ ഒരു വേദന പോലെ വന്നു കഴിഞ്ഞ് നിങ്ങൾ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ഇതുവരെ ഒരു മാനി മാറ്റാതെ എന്റെ കൊച്ചിനെ നോക്കിയിട്ടില്ല. ഇന്നലെ രാത്രി 7 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ എനിക്ക് നൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ. ആ സമയത്ത് എല്ലാവർക്കും നൈറ്റാ.
പറഞ്ഞതും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 6 മണിയായപ്പോ ഞാൻ വീട്ടിൽ നിന്ന് കട്ടിലെ കയറി പപ്പിയെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഉടനെ ഇവിടുന്ന് കോള്. പപ്പി എന്ന് പറയുന്ന ഭാര്യയാണോ? അല്ല, എന്റെ പട്ടി. ഓ. ഉടനെ വന്ന് ഞാൻ ഒരു മോളെ കണ്ടടച്ചില്ല. ഇങ്ങോട്ട് കാർ ഓടിച്ചോണ്ട് വരുന്ന വഴിക്കാണ് ഞാനൊന്ന് ഉറങ്ങിയത്. എന്നോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. അല്ല, ആരാണത് കയറ്റിയേക്കുന്നേ? ഗർഭിണിയാ. ഓ രാഗിണി കൊച്ചിന്റെ പേരാ. 6 മണിക്കോട്ട് പോട്ടെ. ഞാൻ വായിക്കണം. വായിക്കുന്നത് വായിക്കുന്നത് വായിക്കണ വായിക്ക. ബി വലിയ 1 000 ചേർത്തൊരു വര. അയ്യോ, ബ്ലഡ് ഒന്ന് എഴുതിയേക്കുന്ന വായിച്ചുണ്ടോ? ബി വലിയ 1 2 0 ചേർത്തൊരു വരാന്ന് വന്നേക്കുന്നവൻ. കാണ്ട റിപ്പോർട്ടാ, കാണ്ട റിപ്പോർട്ടാ. കാണിച്ച റിപ്പോർട്ടാ. എന്തോ മറ്റേ ജീവിക്കകത്ത് സംഭവം വരുമ്പോ അതിന്റെ പടം വരത്തില്ല. ബഹിരാകാശത്തിന്റെ പടമുള്ള ബഹിരാകാശത്തിന്റെ പടം. ആ, ഇതെന്റെ കൈ നിൽക്കുമെന്ന് തോന്നില്ല. എന്റെ കയ്യിൽ എണ്ണ വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ പറഞ്ഞത്? ഇത് വളരെ കോംപ്ലിക്കേഷനായിട്ടുള്ള പരിപാടി ചെയ്തു. അത് എങ്ങനെ പറയുന്നത്? ഇല്ലെങ്കിൽ പ്ലേ ഇതുവഴി അങ്ങ് പോകും. എടാ, ഇത് കൊച്ചു തിരിയാൻ കിടക്കുന്നത്. നീ MBBS പഠിച്ചാന്നോ? പിന്നെ ഒരു പേപ്പർ തിരിക്കാൻ വേണ്ടി MBBS പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയാ. കിടക്കുന്നു നോക്കി. ആ, ഭാഗ്യമുണ്ട്, ഭാഗ്യമുണ്ട്. എന്തായിരുന്നു ഡോക്ടറെ? ടിസ്റ്റ്. ടിസ്റ്റോ? ആ, എന്നാ ആദ്യം വെച്ചങ്ങ് കേറാം. പറ ടിസ്റ്റ്. അത് 2 പിള്ളേരാണ്. അതാ സംഭവം. അതാ, നിങ്ങളൊന്നും പേടിക്കണ്ട. 2 പിള്ളേരാന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ടെൻഷൻ പഠിക്കണ്ട. 40 വർഷം കൊണ്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയതാ. ഈ തെറ്റിച്ച് പറയാനോ? തെറ്റിച്ച് പറയാനല്ലെന്നും ഡെലിവറി എടുക്കാനൊക്കെ ഉണ്ട്. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഞാൻ. അതെ. ആദ്യം വന്നപ്പോഴേ സാറിനെ കണ്ടില്ല എന്നുള്ളതാ ഞങ്ങളുടെ ഒരു എന്തേ. അതെ. നിങ്ങൾ ആ രാധി കൊച്ചിനെയൊക്കെ വിളിക്കുക വല്ല കാര്യമുണ്ടോ? ആ രാധിക ഡോക്ടർ എന്റെ ജൂനിയർ ആയിരുന്നു നമ്മള്. അല്ല, ഇവിടുത്തെ ഡോക്ടർ അല്ലേ, അതുകൊണ്ട് അങ്ങ് കണ്ടെന്നേ ഉള്ളു. 1-ാം നമ്പറിൽ അവിടെ ആ ബ്ലോക്കിൽ ചെന്നപ്പോൾ അവിടെ 1-ാം നമ്പറിൽ എടാ കൊച്ച പ്രസവിക്കുമെന്ന് പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കുന്ന കൊച്ചാ അത്. അവിടെയാണ് പ്രസവം എടുക്കാൻ ഏൽപ്പിക്കുന്നത്. ഇതിന്റെ കാര്യം കൊച്ചിന്റെ കാര്യം. ഓക്കെ, ഒന്നും പേടിക്കണ്ട. നമുക്കെല്ലാം 2 പാത്രമൊക്കെ അങ്ങ് തന്നേക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഡോക്ടർ പറഞ്ഞത് കേട്ടോ, 2 പിള്ളേരാന്ന്. ഇരട്ട പിള്ളേര്. ഒരു പെണ്ണും ഒരാണും ആണെങ്കിൽ ആണിന് എന്റെ അച്ഛന്റെ പേര്, പെണ്ണിന് എന്റെ അമ്മയുടെ പേര് ഇടണം. അയ്യോ, 2 ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് 2 അച്ഛനില്ലല്ലോ. പിന്നെ ഭയങ്കര ഭാഗ്യം നമുക്ക്. അതെയോ? കത്രി എടുത്തേ സിസ്റ്റേ, കത്രി എടുത്തേ. ഓപ്പറേഷൻ പറഞ്ഞില്ലല്ലോ. ആ, ചെറുത് മതി. പൈസ ഇങ്ങോട്ട് അയക്കാനെ കൊണ്ടാ. ഓപ്പറേഷൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഓപ്പറേഷൻ ബ്ലേഡ്, ആ വലിയ ബ്ലേഡ്. അതെങ്ങനെ അവള് കേൾക്കുമായിരുന്നോ? ഞാൻ അവളോട് പറയുന്നേടി കുറ്റിച്ചൂടെടുത്ത് മുറ്റം തൂക്ക. അവള് ചെയ്യത്തില്ല. കൈയും കാലും വീശി നടക്ക. അവള് ചെയ്യത്തില്ല. നിങ്ങളുടെ അമ്മായി വേണ്ടല്ലോ, അതായത് എന്റെ അമ്മായിയമ്മ, നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുറ്റം തൂക്കാനെ കൊണ്ട്. ഇത്രയേ ഉള്ളൊരു ചൂലെടുത്ത് തന്നിട്ട് ആ മുറ്റവാ. ആരായിരുന്നു? ഒരാളെ ഡോക്ടർ ആരായിരുന്നു? ഞാനത് ഡോക്ടർ ബ്ലസൻ. താടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഷേവ് ചെയ്തു. അപ്പൊ ഷേവ് ചെയ്യാൻ വേണ്ടി കത്തിയൊക്കെ എടുത്തു. വീട്ടിൽ വെച്ച് ഷേവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞില്ല. ഞാൻ കിടന്ന് കണ്ണടയ്ക്കുന്ന മുമ്പ് വിളിച്ചല്ലയോ. പെട്ടെന്ന് കുളിച്ചു പോലും ഇല്ല, പെട്ടെന്ന് എനിക്ക് പോന്നു. ഇനി ഞാൻ അകത്ത് പല്ല് തേക്കും കുപ്പിടിക്കുകയും ചെയ്യുന്ന സൗണ്ട് കേൾക്കും. തെറ്റിദ്ധരിക്കരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 1 മണിക്കൂറിനുള്ളിൽ സംഭവം കഴിയും. പെയിൻ വരാൻ മരുന്ന് കൊടുത്തേക്കോ കേട്ടോ. എന്തോ തൊഴിൽ ഇങ്ങനെ കാണിക്കുന്നത്? എല്ലാ ശനിയും ഞായറും ഞാൻ എണ്ണ തേച്ച് ഈരി കളയുന്നത് പേന്. പിന്നെ ഉണ്ടാവാനായിട്ട് ഇയാൾ എന്തിനാ മരുന്ന് കൊടുക്കുന്നത്? നല്ലത് പറഞ്ഞേ. പിന്നെ പെയിൻ എന്ന് പറഞ്ഞാൽ ഭൂതന. അതെ, വേദന ഉണ്ടാവാനുള്ള മരുന്ന് കൊടുത്തേക്കുവാന്ന് പറഞ്ഞത്. പിന്നെ ഇതിപ്പോ എന്തുവാന്ന് ആർക്കറിയാം. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ. ഇതുപോലൊരു നാശം പിടിച്ചോൻ. ഇവരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഡോക്ടറാണോ? ഞങ്ങളിവിടെ കിടന്ന് എപ്പോഴാണ് വെളുപ്പിലെ 3 മണിക്ക് ഒരു കൊച്ചിനെ കൊണ്ട് കയറ്റിയത്. കൊച്ചാട്ടാ, എന്താ ചെയ്യാൻ? ആക്രാന്തന്റെ ഒക്കെ മുന്നിൽ വന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളു കാര്യം. എന്തോ ഞങ്ങൾ കുറ്റം പറയുന്നത് കേൾക്കാനായിരിക്കും വേഷം മാറി വരുന്നത്. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, വേഷം മാറിയൊന്നുമല്ല. പിന്നെ ഇത് ഞങ്ങൾ ഈ സിസേറിയൻ സമയത്ത് ഡെലിവറി സമയത്തൊക്കെ ഇടുന്ന യൂണിഫോം ആയത്. അത് കാണിക്കാൻ വന്നു. പുതിയതാ, ഇന്നലെ വാങ്ങിച്ചുള്ളൂ. കൊള്ളാം എന്ന് പറഞ്ഞ ഓണത്തിന് അച്ഛൻ മാറ്റി കൊടുത്തില്ലേ? എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ കൊച്ചിന്റെ കാര്യം നോക്കാനെ കൊണ്ടാ. കൊച്ചിന്റെ കാര്യം പെട്ടെന്ന് അങ്ങനെ നോക്കാൻ പറ്റുമോ? കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് വരണം. എഴുതി തരുന്നല്ലോ. നീ പെട്ടെന്ന് പോയി മാറ്റോണ്ട് വരണം കേട്ടോ. അതൊരു ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് പോയിക്കൂടായോ? നീ പോയിട്ട് വാടി. നിങ്ങൾ പോ മനുഷ്യ. ഇരുട്ടാടി. ഇപ്പൊ നീ പോയിട്ട് വാടി. നിനക്കോട്ട് പോയാലും തടാ. പോയി മാറ്റോണ്ട് വാടാ. പോടാ, 10 എണ്ണത്തിന് മുമ്പ് ഇവിടെ പറഞ്ഞു. പോയി മാറ്റോണ്ട് വാടാ. ചുമ്മാ നിൽക്കുവാണ്. പോയി 9 സെക്കൻഡ് പോയിട്ട് വാ. എന്നെ കാണിക്കാതെ എന്റെ ജൂനിയറിനെ കൊണ്ട് കാണിച്ചേക്ക്. നിങ്ങൾക്ക് ഞാൻ പണി ഞാൻ കൊടുക്കും. ആഹാ, പെട്ടെന്ന് ഇങ്ങ് വന്നോ നീ. അന്ന് അടുത്ത് തരുന്നടാ. പോയി മാറ്റോണ്ട് വാടാ. ചുമ്മാ വാങ്ങിപ്പിക്കും. ഇത് തിരിച്ചു കൊടുത്ത് ഞാൻ തന്നെ പൈസ വാങ്ങിക്കും. ആടാ, വീണ്ടും വന്നു.
യ്യോ, ഇത് വാങ്ങിച്ചോണ്ട് വാ. ഓടിപ്പോയിട്ടോ. എനിക്ക് ഈ ആശുപത്രിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതാ ഇവരിങ്ങനെ നെട്ടോട്ട് ഓടുന്നേ. അത് പിന്നെ കണ്ടോ നീ പോടാ. ഇത് പോയി വാങ്ങിച്ചോണ്ട് പോടാ, പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് പോടാ. എന്തുവാ? ഇനിയൊന്നുമില്ല. എന്നാ ഇത് പോയി വാങ്ങിച്ചോണ്ട് പോവാ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. അതാ പറഞ്ഞ് എഴുതി എന്റെ കുറിപ്പ് തീർന്ന് ആ കടയിൽ കിട്ടും പോയി വാങ്ങിച്ചോണ്ട് വരാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് മേടിച്ചോണ്ട് തരാം സാറേ. ഒന്ന് കയറി നോക്ക് സാറേ. എന്റെ കൊച്ചിനെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കയറി നോക്ക് സാറേ. ഒരു കഷ്ടമാണ്. ആണ്ടേ സാറ്റ് കളിക്കാൻ പോയെന്നോ? ഇത്രയുണ്ട്. എന്റെ ദൈവമേ, നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അവിടേക്ക് പോരാം. എനിക്ക് വയ്യ മനുഷ്യ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് പ്രസവം കഴിഞ്ഞ ഉടനെ നമുക്ക് കൊച്ചിനെ അങ്ങ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം. പെണ്ണിന്റെ വീട്ടിലോട്ട് അങ്ങ് വിടാം. പെണ്ണിന്റെ വീട്ടിൽ വിടത്താ. എന്താ എനിക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല അങ്ങോട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ മതി പ്രസവം. യോ പറച്ചില് കേട്ടാ തോന്നും മരുമോളോട് സ്നേഹം കൊണ്ടാ. നല്ല ഇതൊക്കെ ലേഹ്യം തിന്നാണ്. ഈ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ കൂമ്പൻ ലേഹ്യം ഒക്കെ ഇല്ലയോ അത് തിന്നാനുള്ള പുതിയ. ഞാൻ സന്തോഷിനെ പ്രസവിച്ച് വരുന്നപ്പോൾ ഇങ്ങനായിരുന്നു മൊത്തം ലേഹ്യം തിന്നുന്നത്. നിനക്കൊക്കെ 10 മാസം ചുമന്ന് പ്രസവിച്ചാൽ മതി. അത് 10-20 കൊല്ലം ഞങ്ങൾ അകർന്ന് നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ അതിന്റെ അച്ഛന്മാർ അതിന്റെ. അത് ഒരു കാര്യം പറയാം. കുളിപ്പിക്കുന്നത് അതെന്റെ അമ്മൂമ്മയെ കൊണ്ട് കുളിപ്പിച്ചാൽ മതി. അയ്യോ നിന്റെ അമ്മൂമ്മ കുളിപ്പിക്കല്ലേ. അതെന്തോ എന്റെ സന്തോഷിനെ നമ്മുടെ അമ്മൂമ്മയിൽ കുളിപ്പിച്ചാൽ നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കും. ഞങ്ങളുടെ സന്തോഷമാണ് ഇവർ അമ്മൂമ്മയെ കുളിപ്പിച്ചേ. പാള വെച്ച് എണ്ണ തേച്ച് ഞങ്ങളുടെ അമ്മ വിളിക്കുന്ന പിടുത്തോ ചെറുക്കനെ പിന്നെ അപ്പുറത്ത് അയ്യത്തുനിന്നാണ് കിട്ടിയത്. അതല്ലേ കുളിപ്പിക്കാൻ മാത്രമല്ല നല്ലോണം ഒളിപ്പിക്കാൻ പറയും നിന്റെ അമ്മൂമ്മയ്ക്ക്. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്തുവാ? എന്റെ ചെറുക്കന്റെ അരയെ കടന്ന അരിഞ്ഞാണെന്ന് നിന്റെ അമ്മൂമ്മ അടിച്ചോണ്ട് പോയത് എനിക്കറിയാം. അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ അമ്മൂമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് അങ്ങനെ ടി വി ഇട്ടേ. ഈ സമയത്ത് അതും ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. എന്റെ തോർത്തെന്തിയ മനുഷ്യൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൊണ്ട് ടി വി അടിച്ചു പോണേ. ടി വി അടിച്ചു പോണേ. അതാണോ പ്രാർത്ഥിക്കാൻ എന്തുവാ എവിടോട്ടെങ്കിലും കൊണ്ടുപോകണം നമ്മൾ ചോദിക്കും. എനിക്ക് വയ്യ. എന്റെ ദൈവമേ, അന്നേരം ഇവിടെ കിടന്ന് ബഹളം വന്നപ്പോ ഞാൻ പറഞ്ഞതാ. ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു മനുഷ്യ. എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പോകാൻ ഡോക്ടറെ. സിസ്റ്റർ ചുമ്മാ അല്ല വഴക്ക് പറയുവാ. ഞാനൊരു സിസ്റ്ററെ കഴിച്ചിട്ട് കുത്തി കെട്ടിട്ട് നൂലിങ്ങനെ വലിച്ചപ്പോ അവരുടെ പള്ളക്ക് ഒന്ന് കൈമുട്ടിടിച്ചെന്ന് പോലും അതിനല്ല വഴക്ക് പറയുമോ? സ്ഥിരം പരിപാടിയാ. കഴിഞ്ഞ ആഴ്ച ഇത് വലിച്ചിട്ട് ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചൊരു കീത്താടിക്കിട്ട് തട്ടിയവരല്ലേ. അത് കുഴപ്പമില്ല. പണി സൈറ്റിൽ അങ്ങനെ ഉണ്ടാവും. പണി സൈറ്റിൽ എന്റെ കോൺട്രാക്ടർ എന്റെ തലയിൽ ഈ മുഴക്കോല് വെച്ച് അടിച്ചിട്ട് അത്രയൊന്നും ഇല്ലല്ലോ. ഇത് കറിയല്ലേ ചെല്ല അതോടെയല്ലേ കുഴപ്പമില്ല. കുഴപ്പമില്ല. ചെല്ല അല്ല അവിടെ ഈ പഴത്തിന് അറിയാൻ മതി. അതൊക്കെ അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ നല്ലതായിട്ട് ചെയ്യത്തുള്ളൂ. അതാരായാലും അയ്യോ വേണ്ടേ അപ്പൂപ്പനും അമ്മൂമ്മയും ആണും പെണ്ണും. അയ്യോ എന്തേലും കുഴപ്പമുണ്ടായിരുന്നോ ഡോക്ടറെ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പെങ്കൊച്ചി ഈ ചെറുക്കനെ ആദ്യമേ ചവിട്ടി പുറത്താക്കി. അതുകൊണ്ട് വളരെ എളുപ്പമായി. എന്റെ അതേ കണ്ണ്, എന്റെ അതേ മൂക്ക്. ചെറുക്കനെ വിളിച്ചു പറ. സന്തോഷം വീഡിയോ കോളി. സന്തോഷം വീഡിയോ കോളി കാണിക്ക്. സന്തോഷം വീഡിയോ കോളി. നോട്ടക്കച്ചടി സന്തോഷേ. അമ്മച്ചേ ചക്കരക്കുടകൾ എന്നെ അയ്യോ ഇച്ചിരി കറക്കട്ടെ. നമ്മളിട്ട് കറക്കി കുഞ്ഞിലെ മോഹം കാണി. കുഞ്ഞിലെ മുഖത്ത് കൊച്ചെ നാളെ അങ്ങോട്ട് വരട്ടാ. നാളെ വരണ്ട. ഇതുപോലെ വേലപ്പിക്കാനില്ലേ? വേണ്ട. 1 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാടാ. ശരിയാടാ പിന്നെ വിളിക്കാം. നിങ്ങൾ പിച്ചിയോന്നേ? ഞാൻ പിച്ചിയില്ല. എനിക്ക് ഞാൻ പിച്ചിയില്ല. എന്തിനാ കുഞ്ഞുങ്ങളെ കരപ്പിക്കുന്നത്? കുഞ്ഞുങ്ങളെ കരപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. നോക്കട്ടെ തോന്നുന്നു. പിള്ളേരെ പേടിപ്പിക്കുമല്ലയോ? വയറ്റുവേദന എന്തിനാ അറിയത്തില്ലല്ലോ. നിങ്ങൾ പിച്ച് കാണും.
കറച്ചിലിരുന്നു ആ. ഇതൊന്ന് വാങ്ങിച്ചോണ്ട് വരണേ. അല്ല ഇത് ഏത് മെഡിക്കൽ സ്റ്റോർ കിട്ടും? മെഡിക്കൽ സ്റ്റോറിലല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു മൊബൈൽ കട ഉണ്ട്. അവിടെ പോയി 2 മൊബൈൽ വാങ്ങിച്ചോണ്ട് വാ. എടാ ജനിച്ച് വീണ കൊച്ചിനെ നീയൊക്കെ എന്തുവാണ് ആദ്യം കാണിച്ചത്? വീഡിയോ കോൾ വിളിച്ച് മൊബൈലാണോ? ആ മൊബൈൽ മാറ്റിയാണ് ആ കൊച്ചുകളെ കടന്ന് കരഞ്ഞത്. എന്റെ മൊബൈൽ വെച്ച് കളിച്ചോണ്ടിരിക്കുവാണ് ആ കൊച്ചുകള്. നീ ഈ മൊബൈൽ വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ അതുങ്ങൾ എന്റെ മൊബൈൽ തരത്തില്ലടാ. പിള്ളേരുടെ ഒരു കാര്യമേ പോയി വാങ്ങിച്ചോണ്ട് പോടാ.